മോർണിംഗ് മക്കളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ, വിൻഡ്, സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ് എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഈ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് കുറെ ഇക്വേഷൻസും എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങളായിട്ടാണ് അല്ലെ. പക്ഷെ അതിൽ നിന്നൊക്കെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ അല്ലെ. വേറെ ആളുടെ സഹായം ഈ ഒരു ചാപ്റ്ററിന് ആവശ്യമില്ല. നമുക്ക് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസറും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം എന്റെ ആൻസറിലേക്ക് നിങ്ങൾ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ സ്വയം ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ആൻസർ ആണ്, നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമന്റ് ബോക്സിൽ താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, റെഡി? സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എയർ ഈസ് ഹീറ്റഡ് ഇറ്റ് ബിക്കംസ്. എയർ ചൂടായി കഴിഞ്ഞാൽ, നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ എയർ എന്താകും എന്നാണ്. ഹെവിയർ, ലൈറ്റർ, കോൾഡർ, ഡെൻസർ. നമുക്കറിയാം എയർ എന്താണാവുക? ലൈറ്റർ ആവുകയാണ് ചെയ്യല്ലേ. ലൈറ്റർ ആകും. എയർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് അത് ലൈറ്റർ ആയിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ പാറിപ്പോയി പോവും അല്ലേ. അത് നമുക്കറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, വിൻഡ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓൺലി, ഹ്യൂമിഡിറ്റി, എയർ പ്രഷർ, റെയിൻഫോൾ. നമുക്കറിയാം എയർ പ്രഷർ ആണ് അല്ലെ. എയർ പ്രഷർ ആണ്. നെക്സ്റ്റ്, എയർ മൂവ്സ് ഫ്രം എ റീജിയൻ ഓഫ് ഡാഷ് പ്രഷർ ടു ദ ഡാഷ് പ്രഷർ. വാട്ട് ഇസ് ദാറ്റ്? പ്രഷറിന്റെ ഏത് റീജിയനിൽ നിന്നും ഏത് റീജിയനിലേക്കാണ് മൂവ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? എയറിന്റെ കേസ് ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. എയറിന്റെ കേസിൽ അല്ലെ, എയറിന്റെ മൂവ്മെന്റ് ആണ് ആക്ച്വലി വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ വിൻഡ് എന്ന് പറയുമ്പോൾ എയറിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ എയർ എവിടെ നിന്നാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്കാണ് പോവുക കേട്ടോ. അപ്പൊ ഹയർ ടു ലോവർ ആണ്. നെക്സ്റ്റ്, സ്ട്രോങ് വിൻഡ്സ് അക്കംപനീഡ് ബൈ ഹെവി റെയിൻ ഈസ് കാൾഡ് എ സ്റ്റോം ആണ്. ഇത് നമ്മൾ പുതിയതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ചോദ്യമാണ്, സീ ബ്രീസ് ബ്ലോസ് ഫ്രം. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറയാം കടൽ കാറ്റ് എന്നാ പറയാം. നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡേ ടൈമിലാണ് ഉണ്ടാവുക, പകൽ സമയങ്ങളിലാണ്. പകൽ സമയങ്ങളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ ലാൻഡാന്ന് വിചാരിച്ചോളൂ. ഇതാ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ലാൻഡാണ്. ഇതാണ് നമ്മുടെ കടല്, സീ ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സീ. പകൽ സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻഡിലെ എയർ നന്നായിട്ട് ചൂടാകും, ഭയങ്കരമായിട്ട് ചൂടാകും. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പറന്നിട്ട് അങ്ങോട്ട് പോകും അല്ലെ. എയർ നന്നായിട്ട് ചൂടാവുന്നത് കൊണ്ട് തന്നെ എയർ ലൈറ്റർ ആവുന്നു. അപ്പൊ അത് അവിടുന്ന് എസ്കേപ്പ് ആയി പോകുന്നു. പക്ഷേ ആസ് കമ്പയർഡ് ടു ദിസ്, നമ്മുടെ സീൽ എന്താണ്? എയർ ഭയങ്കര കൂളായിട്ടാണ് കിടക്കുന്നത്. കൂളാകുമ്പോൾ എന്താണ്? അതിന് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ എയർ എന്താണ്? അവിടെ എയർ പ്രഷർ കൂടുതലാണ് അല്ലെ. എയറിന് വേറെ അല്ലെ കോൾഡാണ്. അപ്പൊ അതിന് പറന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് അവിടെ തന്നെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇവിടെ ഹയർ പ്രഷറാണ്. ഹയർ പ്രഷർ അല്ലെങ്കിൽ എയർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹയർ പ്രഷറും നമ്മുടെ ലാൻഡിൽ എന്താണ് ഉണ്ടാവുക? ലോ പ്രഷറുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എയറിനൊരു പ്രത്യേകതയുണ്ട്. അത് ഹയർ പ്രഷറും ലോവർ പ്രഷറും എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹയറിൽ നിന്നും ലോയിലേക്ക് അങ്ങോട്ട് എസ്കേപ്പ് ചെയ്ത് വരും അല്ലെ. ഒരു ഫ്ലോ നടക്കും. ആൻഡ് ദിസ് ഫ്ലോയാണ് സീ ബ്രീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കടൽ കാറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡേ ടൈമിലാണ് നടക്കുക. ഇറ്റ് ഈസ് ഫ്രം സീ ടു ലാൻഡ് ആണ് അല്ലെ. അപ്പൊ സീ ടു ലാൻഡ് ആണ് സീ ബ്രീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീ ബ്രീസ്. അപ്പൊ സീ ടു ലാൻഡ്, സീ ആണ് മെയിൻ അല്ലെ, സീ ടു ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ്, ലാൻഡ് ബ്രീസ് യൂഷ്വലി ബ്ലോസ് ഡ്യൂറിങ്. വാട്ട് ഇസ് ലാൻഡ് ബ്രീസ്? മലയാളത്തിൽ നമ്മൾ ഇതിനെ കരക്കാറ്റ് എന്നാണ് പറയാ. അതായത് നൈറ്റ് ടൈമിൽ, അതായത് രാത്രി കാലങ്ങളിൽ ഇതാണ് നമ്മളുടെ കടൽ. ഓക്കെ, നമ്മുടെ കടലാണ്. ഇത് നമ്മളുടെ ലാൻഡാണ് കേട്ടോ, ലാൻഡാണ്. അപ്പൊ രാത്രി കാലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലാൻഡ് പൊതുവെ തണുത്തിരിക്കും. അതായത് അപ്പൊ എയർ എന്താണ്? എയർ ഇവിടെ ഉണ്ട് അല്ലെ. എയർ വളരെ എന്താണ്? ഹെവി ആയിട്ടാണ് അല്ലെ. കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അതായത് ഇവിടെ ഹൈ പ്രഷറാണ്. നമ്മളുടെ സീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിൽ എയർ ഭയങ്കര ചൂടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എയർ എന്ത് ചെയ്യും? ഇവിടുന്ന് എസ്കേപ്പ് ആയി പോകും അല്ലെ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ലോ പ്രഷറാണുള്ളത്. അപ്പോൾ എയറിനൊരു പ്രത്യേകതയുണ്ട്, ഹയർ ലോ എന്നിങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹയറിൽ നിന്നും ലോയിലേക്ക് അങ്ങോട്ട് എയർ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലാൻഡിൽ നിന്നും എങ്ങോട്ട് പോകും? കാറ്റ് കടലിലേക്ക്, സീയിലേക്ക് പോകും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ലാൻഡ് ബ്രീസ് ആൻഡ് ഇറ്റ് ഓൾവേസ് occurs
ഡ്യൂറിങ് ദ ടൈം ഓഫ് ഏതാണ് ലാൻഡ് ബ്രീസ് നടക്കുക? നൈറ്റ് ടൈമിലാണ് നടക്കുക. അത് നമ്മൾ മനസ്സിലാക്കി വെക്കും. നെക്സ്റ്റ്, സൈക്ലോൺസ് ആർ ഫോംഡ് ഓവർ ഓഷ്യൻസ് ആണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, മാറിപ്പോവരുത്. നെക്സ്റ്റ്, ദ കാം റീജിയൻ അറ്റ് ദ സെന്റർ ഓഫ് സൈക്ലോൺ ആണ്. സൈക്ലോണിന്റെ സെന്റർ നമുക്കറിയാം. സൈക്ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്ററിലൊരു ഭാഗം പുറത്തിങ്ങനെ ഭയങ്കര ഇടങ്ങാറ് പിടിച്ച അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അല്ലേ. ഇതിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ തീർന്ന് അല്ലേ. ഇവിടെ ഭയങ്കര സീനാണ്. അപ്പൊ ഈ കാമായിട്ടുള്ള ഈ ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ പറയും ഐ ഓഫ് സൈക്ലോൺ എന്ന് നമ്മൾ അതിനെ വിളിക്കുക. ഐ ഓഫ് സൈക്ലോൺ, ഐ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഹോട്ട് എയർ ഡാഷ് ആൻഡ് കോൾഡ് എയർ. ഹോട്ട് എയർ എന്ന് പറഞ്ഞാൽ എയർ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ എയർ എന്താകും? ലൈറ്റർ ആകും. അപ്പൊ വേഗം എസ്കേപ്പ് ആയി പോകും, റൈസ് ആകും അല്ലെ. ഇനി കോൾഡ് എയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പ്രഷർ വളരെ കൂടുതലാണ്, എയർ പ്രഷർ കൂടുതലാണ്. അപ്പൊ അവർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ അവർ താഴെയായിരിക്കും അല്ലെ. അപ്പോൾ ഹോട്ട് എയർ എന്താ ചെയ്യുക? റൈസസ് ആൻഡ് കോൾഡ് എയർ സിങ്ക്സ്. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ്, A barometer is used to measure. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും എത്ര പേർക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ബാരോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തിനാ എനിക്കറിയില്ല. നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.